ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഓട്ടോ പാർട്ട് 6. ലക്ഷ്യം ദേവസ്യാച്ചായന്റെ മകന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവൾ കരഞ്ഞു പറഞ്ഞത്. യാതൊരക്ഷരവും ഉരിയാടാതെ തങ്കച്ചൻ അവളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. അതിനർത്ഥം അവർ തമ്മിൽ ഇപ്പോഴും സ്നേഹമാണെന്നല്ലേ. 5-ാം നാവികപ്പട ചടങ്ങിൽ പങ്കെടുക്കാതെ പോയത് ജോസുകുട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു. ഒപ്പം അവരുടെ വാക്കുകൾ അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു പ്രഹരവുമായി. ചടങ്ങുകളൊക്കെ അവസാനിച്ചു. പലരും പോയി കഴിഞ്ഞിരുന്നു. ജോസുകുട്ടിയുടെ മനസ്സ് മുഴുവൻ തങ്കച്ചനും സൂസന്നയുമായിരുന്നു. ജേസൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും പറഞ്ഞത് സത്യമാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ചാൽ നഷ്ടം തനിക്കാണ്. തങ്കച്ചനോടൊപ്പം സൂസന്നെ ഇറങ്ങിപ്പോയാൽ താൻ പഴയ ശവവണ്ടി വലിക്കാരൻ റപ്പായുടെ മകൻ തന്നെയാവും. ഒരു പണക്കാരന്റെ മകനായി വിലച്ചു നടക്കാൻ എത്രയോ കൊതിച്ചതാണ്. തന്നെ അറിയാത്തവരുടെ ഇടയിലെങ്കിലും ഒരു മുതലാളി പയ്യനായി ചെത്തി നടക്കാനാണ് ടൂറിസ്റ്റ് ടാക്സിയിൽ സ്റ്റെപ്പിന് ഓട്ടം പോകുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗവും പുതിയ പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ എടുക്കാൻ ചെലവഴിച്ചത്. ഇപ്പോൾ ശരിക്കും താനൊരു മുതലാളി പയ്യനായി. ഇനി തരം താഴാൻ പാടില്ല. അതിന് കാരണക്കാരി സ്വന്തം പെങ്ങളാണെങ്കിലും ഒന്ന് കുഴിച്ചു മൂടും. സന്ധ്യ മയങ്ങിയതോടെ അടുത്ത ബന്ധുക്കളും പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ വീട്ടിൽ റപ്പായി ചേട്ടനും ഭാര്യയും മക്കളും മാത്രമായി. എല്ലാവരും ഒന്ന് പോയി കിട്ടാൻ പ്രക്ഷുബ്ധമായ മനസ്സോടെ ജോസുകുട്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞുവെന്ന് അറിഞ്ഞതും ജോസുകുട്ടി അംഗത്തിന് പോകുന്ന പടയാളിയെ പോലെ മുകൾ നിലയിലേക്ക് കുതിച്ചു. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് വിങ്ങുന്ന മനസ്സോടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു സൂസന്ന. അവിടെ നിന്നാൽ തങ്കച്ചായന്റെ വീട് കാണാം. ഒരു കുടുംബം പോലെ കഴിഞ്ഞ 2 വീടുകൾ. ഇന്ന് ആ 2 വീടുകൾക്കും തമ്മിൽ ഒത്തിരി ദൂരമുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ ദൂരം തന്റെയും തങ്കച്ചന്റെയും ഹൃദയങ്ങൾക്കുണ്ടോ? ഇല്ല. ജീവിച്ചാലും മരിച്ചാലും ഞാൻ തങ്കച്ചായനോടൊപ്പം ഉണ്ടാവും മണ്ണുന്തരങ്ങളോളം. തങ്കച്ചായന്റെ വീട്ടിലെ മണ്ണെണ്ണവിളക്ക് കരിന്തിരി കത്തുകയാണ്. ഇളം കാറ്റിൽ ഏതു നിമിഷവും അണഞ്ഞു പോകാവുന്ന ആ മണ്ണെണ്ണ വിളക്കിലേക്ക് നോക്കി നെടുവീർപ്പിടവേ പൊടുന്നനെ വാതിൽ ശക്തിയിൽ വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ട് സൂസൻ ഒരു ഞെട്ടലോടെ മുഖം വെട്ടിത്തിരിച്ചു. എന്തോ നാടി രാത്രി കാഴ്ച കണ്ടു നിൽക്കുന്നത്? ജോസുകുട്ടി ചീറിക്കൊണ്ട് മുറിയിലേക്ക് കയറി വന്നു. അവൾ നിശബ്ദം നിന്നതേയുള്ളൂ. രാവിലെ താൻ തങ്കച്ചായന്റെ അടുത്ത് ചെന്നതിന്റെ ദേഷ്യം തീർക്കാനുള്ള വരവാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൻ നിന്റെ ആരാടി? ആ ചെറ്റ! ജോസുകുട്ടി അലറി. സൂസന്ന തെല്ലും പതറിയില്ല. ചെറ്റകളുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ലെന്ന് ജോസുകുട്ടിക്ക് അറിയരുതോ? അവളുടെ മറു ചോദ്യം ജോസുകുട്ടിയെ കോപാകുലനാക്കി. തങ്കച്ചൻ ചെറ്റയല്ലാതെ പിന്നെ ആരാടി? അവന് നീയുമായുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. തങ്കച്ചായനും ഞാനുമായുള്ള ബന്ധം എന്താണെന്ന് ജോസുകുട്ടിക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ എന്നോടല്ല അത് ചോദിക്കേണ്ടത്. അപ്പച്ചനും അമ്മച്ചിയും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ജോസുകുട്ടി അവരോട് ചെന്ന് ചോദിക്കും. തങ്കച്ചായൻ എന്റെ ആരാണെന്ന് അവർ പറഞ്ഞു തരും. അവളും വിട്ടുകൊടുത്തില്ല. ജോസുകുട്ടി ഒരു കുതിപ്പിൽ അവളുടെ മുടിക്കെട്ടിൽ കുത്തിപ്പിടിച്ചു. കൊല്ലും ഞാൻ. ഇനി ആ തെണ്ടിയുടെ പേരുച്ചരിച്ചാൽ തുണ്ടം തുണ്ടമായി കൊല്ലുപടി. ജോസുകുട്ടി കോപാതാപങ്ങളാൽ വിറച്ചു. അസഹ്യമായ വേദന തോന്നിയെങ്കിലും അപ്പോഴും അവളിൽ ഭാവമാറ്റം ഉണ്ടായില്ല. മെയ്യനങ്ങിയ പണമല്ലല്ലോ ജോസൂട്ടി നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പലതും മറക്കാൻ കഴിഞ്ഞേക്കാം. പഴയ പല ബന്ധങ്ങളും അറുത്തു മുറിച്ച് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ മനസാക്ഷി കുത്തുമില്ലായിരിക്കാം. പക്ഷേ സാധുവായൊരു പെണ്ണിന് അത്ര പെട്ടെന്നൊന്നും അതിന് കഴിയില്ല ജോസൂട്ടി. പ്രത്യേകിച്ചും ഹൃദയം കൊണ്ട് സ്നേഹിച്ചൊരു ബന്ധം നിങ്ങളിടുന്ന അതിരുകല്ലിൽ തട്ടിമുറിഞ്ഞു പോവില്ല ജോസൂട്ടി. സൂസന് ശബ്ദമുയർത്തി. ചി, എന്തു പറഞ്ഞടി പട്ടിച്ചി! ജോസുകുട്ടി അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. ആ ചെറ്റയുമായി ഒന്നിച്ച് ജീവിക്കാമെന്ന് വല്ല പൂതിയും മനസ്സിലുണ്ടെങ്കിൽ ഈ ജോസുകുട്ടി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടി. കൊല്ലുമടി, രണ്ടിനെയും ഞാൻ കൊല്ലുമടി. അവൻ വീണ്ടും വീണ്ടും അവളെ തല്ലിക്കൊന്നു. സൂസന തെല്ലും ഭയമില്ലാതെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കൊക്കെ തങ്കച്ചായൻ ചെറ്റയും തെണ്ടിയും അങ്ങനെ മറ്റു പലതുമൊക്കെ ആവാം. പക്ഷേ ഈ സൂസനയ്ക്ക് ഓട്ടോ തങ്കച്ചൻ പഴയ തങ്കച്ചൻ തന്നെയാ. ഈ ഹൃദയത്തിനുള്ളിൽ പണ്ടെന്നോ കോറിയിട്ട ആ രൂപം കാലപ്പഴക്കത്താൽ മാഞ്ഞു പോകത്തുമില്ല ജോസുകുട്ടി. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഈ സൂസനെ മരിച്ചെന്ന് വിശ്വസിച്ചോളൂ. പറഞ്ഞതും സൂസന്നെ തേങ്ങിപ്പോയി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുക്കം കൂട്ടുകയായിരുന്ന റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കിതച്ച് മുകൾ നിലയിലെത്തി. സൂസനെ തലങ്ങും വിലങ്ങും തല്ലുന്ന ജോസൂട്ടിയെ കണ്ട് റപ്പായി ചേട്ടൻ അവനെ കടന്നു പിടിച്ചു. നീ എന്താടാ ജോസൂട്ടി കാണിക്കുന്നത്? ഇവളെ കൊല്ലാൻ തുടങ്ങുവാണോ നീ?
റപ്പായി ചേട്ടൻ ദേഷ്യത്തോടെ ചോദിച്ചു. കൊല്ലേണ്ടി വന്നാൽ കൊല്ലും ഞാൻ ഇവളെ. ഇന്ന് രാവിലെ ഇവളെല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ നമ്മളെയൊക്കെ നാണം കെടുത്തിയത്. തങ്കച്ചൻ മനഃപൂർവ്വ ചട്ടമ്പികളുമായിട്ട് ആ സമയത്ത് ബഹളം കൂട്ടിയത്. അതിന് ഇവളും കൂടെ ഒത്താശയുണ്ട്. അതല്ലേ ഇവള് കരഞ്ഞുകൂവി അവിടെ വന്നത്. നീയൊന്നോ അടങ്ങട ജോസൂട്ടി. നമ്മൾ ഈ 2 നില വീട്ടിലോട്ട് താമസം തുടങ്ങിയതൊന്നും ദേവസ്യാച്ചായനും അയൽവക്കത്തുള്ളവർക്കൊന്നും അത്ര സൂചിച്ചിട്ടില്ല. അതിന്റെ തെളിവല്ലേ തങ്കച്ചൻ നമ്മുടെ വീടിന് മുന്നിൽ വന്ന് ഗോഷ്ടി കാണിച്ചത്. അതിന് നീ ഇവളെ തല്ലിയിട്ടോ കൊന്നിട്ടോ കാര്യമുണ്ടോ ജോസൂട്ടി? റപ്പായി ചേട്ടൻ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിലേക്ക് നടന്നു. അപ്പോഴും ജോസ് കുട്ടിക്ക് കലി അടങ്ങിയിരുന്നില്ല. അപ്പച്ചന്റെയും കൂടി മുന്നിൽ വെച്ചല്ലേ ഇവൾ ഇത്രയും ധൈര്യം കാണിച്ചത്. നാളെ അവൻ വിളിച്ചാൽ ഇറങ്ങിച്ചെല്ലാനും മടിക്കത്തില്ല. തങ്കച്ചന്റെ കൂടെ ഇവള് പോയാൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ ജോസൂട്ടി, ഇനിയിപ്പോ ഒരിക്കൽ കൂടി ഷവ്വണ്ടി റപ്പായി ആകാൻ എനിക്ക് മനസ്സില്ലടാ. ഈ റപ്പായിക്ക് മുതലാളിയായിട്ടൊന്ന് വിലസണം. അതിനുള്ള വഴിയും എനിക്കറിയാം. കുറച്ചു ദിവസത്തേക്ക് സൂസനെ നീ ദേഷ്യം പിടിപ്പിക്കണ്ട. 4-5 ദല്ലാളന്മാരോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവര് നല്ലൊരു ആലോചന കൊണ്ടുവന്നോളും. നിന്റെ അറിവിലുള്ള ദല്ലാളന്മാരോട് നീയും പറ. കല്യാണം നമുക്ക് പൊടി പൊടിക്കാം. ദേവസ്യാച്ചായന് മകന് തൂക്കുകയറ് കിട്ടുന്നതിന് മുമ്പ് അവനും നല്ലൊരു ബിരിയാണി വന്ന് തിന്നോട്ടെ, റപ്പായി ചേട്ടൻ പറഞ്ഞു. ജോസ് കുട്ടിക്കും അതൊരു വാശിയായിരുന്നു. ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും പറഞ്ഞ വാക്കുകൾ ജോസ് കുട്ടിയുടെ നെഞ്ചിലേക്ക് കോരിയിട്ട അഗ്നിയായിരുന്നു. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ചെറുക്കനെ കണ്ടെത്തി സൂസന്നയുമായുള്ള വിവാഹം നടത്തി കൊണ്ടുവേണം അവർക്ക് മറുപടി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഉയർന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് ആനയോട് തനിക്കും പ്രതികാരം ചെയ്യണം. അടുത്ത ദിവസം മുതൽ ജോസ് കുട്ടിയും മാരേജ് ബ്യൂറോകളിലും കല്യാണ ബ്രോക്കർമാരുടെ അടുത്തും കയറി ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൂസന്നയ്ക്ക് നല്ലൊരു ആലോചനയുമായി ബ്രോക്കർ ഗോവിന്ദൻകുട്ടി എത്തി. 2-3 എസ്റ്റേറ്റിനുടമയായ ഒരേ ഒരു പയ്യൻ, വിദ്യാസമ്പന്നനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ. മതിയട ജോസുകുട്ടി, ഇനിയിപ്പോ കളക്ടറെ എഞ്ചിനീയർ എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, അത്രയുള്ളൂ. നാളെ തന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു. റപ്പായി ചേട്ടന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം തുണ്ടത്തിൽ ബംഗ്ലാവിന് മുന്നിൽ ടാറ്റ എസ്റ്റേറ്റ് കാർ വന്നു നിന്നു. റപ്പായി ചേട്ടനും ജോസുകുട്ടിയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിച്ചു. ഒരു മുതലാളിയുടെ മട്ടും ഭാവവുമായിരുന്നു റപ്പായി ചേട്ടന്. വില കൂടിയ വേഷവിധാനങ്ങളോടെ കുഞ്ഞന്നാമയും അവരുടെ പിന്നാലെ എത്തി. അപ്പോൾ മാത്രമാണ് സൂസന്ന ആ ദുരന്തമറിഞ്ഞത്. അവൾ തകർന്നുപോയി. ഹൃദയസ്പന്ദം പോലും നിലച്ചതുപോലെ അവൾ നിന്നു. മൂന്നാറിലെ എസ്റ്റേറ്റ് ഉടമയും ബിസിനസ്സുകാരനുമായ അലക്സാണ്ടർ മുതലാളിയുടെ ഒരേ ഒരു മകൻ റോബിൻ. ഏറിയാൽ 26 വയസ്സ്. സുന്ദരൻ, സുമുഖൻ. റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയ്ക്കും ചെറുക്കനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. പുരാതനവും പ്രശസ്തവുമായ സമ്പന്ന കുടുംബത്തിലേക്ക് തന്റെ മകൾ കടന്നു ചെല്ലുന്നതും അവർ സ്വപ്നത്തിൽ എന്നോണം കണ്ടു. മൂന്നാറിലെ എസ്റ്റേറ്റ് ഉടമയ അലക്സാണ്ടർ മുതലാളിക്കൊപ്പം തുണ്ടത്തിൽ റപ്പായി മുതലാളിയും. റപ്പായി ചേട്ടൻ അഭിമാനം കൊണ്ടു. ജോസുകുട്ടിയും വല്ലാത്തൊരു നിർവൃതി നിൽക്കുകയായിരുന്നു. കോടീശ്വരനായ അലക്സാണ്ടർ മുതലാളിയുടെ ഒരേ ഒരു മകൻ തന്റെ സഹോദരി ഭർത്താവായി വരുന്ന രംഗം അവനും ഭാവനയിൽ കണ്ടു. 5ാം നാവികപ്പടയുടെ മുന്നിൽ തനിക്കിനി തല ഉയർത്തി നിൽക്കാം. ഒരു പീറ ഓട്ടോക്കാരനല്ല തന്റെ അളിയനായി വരുന്നത്. പൊടുന്നനെ ജോസുകുട്ടിയിലൊരു നടുക്കമുണ്ടായി. സൂസന്ന സമ്മതിക്കുമോ? അവൾ എന്തേലും അവിവേകം കാണിച്ചാൽ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റും. പെണ്ണിനെ ഇതുവരെ പുറത്തേക്ക് കണ്ടില്ല. ഒന്ന് വിളിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ, ചെറുക്കന്റെ കൂട്ടത്തിൽ വന്ന ഒരാൾ അറിയിച്ചു. കുഞ്ഞന്നാമ്മേ, നീ ചെന്ന് സൂസനെ വിളിച്ചോണ്ട് വാ. റപ്പായി ചേട്ടൻ ഭാര്യയെ നോക്കി. വാതിക്കൽ നിന്ന കുഞ്ഞന്നാമ്മ തിരിഞ്ഞു നടന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും സൂസനെ പുറത്തേക്ക് കാണാതായപ്പോൾ റപ്പായി ചേട്ടനും ജോസ് കുട്ടിക്കും വേവലാതിയായി. അവൾ ഒരു നാണം കുണുങ്ങിയ, ആരുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. അല്ല, ഞാൻ അങ്ങനെയാ എന്റെ മോളെ വളർത്തിയത്. ഞായറാഴ്ച പള്ളിയിലോട്ട് പോകുന്നത് പോലും കാറേല. കാറിൽ നിന്നിറങ്ങിയാൽ പള്ളി, പള്ളിയിൽ നിന്നിറങ്ങിയാൽ കാറേൽ. അതിന് ഞാൻ എപ്പോഴും അവളെ വഴക്കു പറയും. പള്ളിയിലോട്ട് നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. നടന്നു പോയാൽ നാട്ടുകാരെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാമല്ലോന്ന്. അവള് കേൾക്കണ്ടേ? എന്തു ചെയ്യാം, അവളെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ വളർത്തിയത്. അത് പറഞ്ഞ് റപ്പായി ചേട്ടൻ മറ്റാരും കാണാതെ ജോസ് കുട്ടിക്ക് കണ്ണുകളാൽ എന്തോ ആജ്ഞ നൽകി. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം ജോസ് കുട്ടി മെല്ലെ എഴുന്നേറ്റു. സൂസന്ന അണിഞ്ഞൊരുങ്ങാനോ പുറത്തേക്ക് ചെല്ലാനോ തയ്യാറാകാതെ വാശിയിൽ നിൽക്കുകയായിരുന്നു. തങ്കച്ചനല്ലാതെ മറ്റൊരു പുരുഷനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കുവാനേ കഴിയുമായിരുന്നില്ല. എടി സൂസനെ, മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. നിന്റെ അപ്പച്ചനെയും ജോസ് കുട്ടിയെയും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തരുത്.
മൂന്നാറിൽ നിന്ന് നിന്നെ കാണാൻ വന്നിരിക്കുന്നത് വെറും ചെറ്റകളെല്ലാം ഓർത്തോ. വേഗം ഒരുങ്ങിച്ചെല്ലാൻ നോക്ക്. കുഞ്ഞന്റെ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു. സൂസന്നെ വെറുപ്പോടെ അമ്മയെ നോക്കി. മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞവരിറങ്ങി ചെന്നാ മതി. അവൾ ജനാലയിലൂടെ തങ്കച്ചന്റെ വീട്ടിലേക്ക് നോക്കി നിന്നു. തന്നെ വിവാഹം ചെയ്യുന്ന ആൾ ആ കൊച്ചു വീട്ടിലാണുള്ളത്. കുഞ്ഞന്നാമ്മ വർദ്ധിച്ച കലിയോടെ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു. എടി അധിക പ്രസംഗി, പിന്നെ നിന്നെ കാരയാടി വേണ്ടത്? കാൽ കാശിന് ഗതിയില്ലാത്ത ദേവസ്യാച്ചായന്റെ മകനെയോ? എടി മൂദേവി, പട്ടിണി കിടന്ന് ചാകാനാണോ നിനക്കിഷ്ടം? അസത്തെ. അമ്മച്ചി, ദൈവദോഷം പറയരുത്. തങ്കച്ചായന് ഗതിയില്ലെന്ന് ഇപ്പോഴല്ലേ നിങ്ങൾക്കൊക്കെ തോന്നി തുടങ്ങിയത്? നമ്മുടെ വീട്ടിൽ കാൽ കാശുണ്ടായത് തങ്കച്ചായന്റെ ചാച്ചന്റെ ഔദാര്യം കൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങളൊക്കെ മറക്കുന്നു. പക്ഷേ ഞാൻ മറക്കില്ല. അത് മാത്രമല്ല, തങ്കച്ചായനെ എന്നെ കൊന്നാലും ഞാൻ മറക്കില്ല. പറഞ്ഞതും സൂസന്ന കരഞ്ഞു, ശബ്ദമില്ലാതെ. മുറിയിലേക്ക് കയറി വന്ന ജോസുകുട്ടി സൂസന്നയുടെ മട്ടും ഭാവവും കണ്ട് കലി ബാധിച്ചവനെ പോലായി. എന്തോ നാടി കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? വേഗം സാരിയൊക്കെ മാറി ഇറങ്ങി വന്നോ, അതല്ലിൽ കൊന്നുകളയിഞ്ഞ്. താഴെയുള്ളവർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും ജോസുകുട്ടി അലറുകയായിരുന്നു. എന്നെ കൊന്നോ? എന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല ജോസുകുട്ടി. എനിക്കാരെയും കാണുകയും വേണ്ട. അവൾ കരഞ്ഞു. നോക്ക്. ജോസുകുട്ടി വർദ്ധിച്ച കോപത്തോടെ അവളുടെ തലമുടി കുത്തിൽ പിടിച്ചു. നിന്നെ കൊല്ലാൻ ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ തങ്കച്ചനെ ഞാൻ കൊല്ലും. 2-3 ലക്ഷം മുടക്കുള്ള ഒരു പഴഞ്ചടാക്ക് ലോറി മതിയടി അവനെ കൊല്ലാൻ. അതിന്റെ കൂടെ കുറച്ച് കാശൂടെ മുടക്കിയാൽ യാതൊരു പിഴവും പറ്റാതെ അവന്റെ 3 വീലൻ തകര കഷ്ണം പപ്പടം പോലെ ഇടിച്ചു ചുളുക്കാൻ നല്ല ഡ്രൈവറേയും കിട്ടും. ഒപ്പം തങ്കച്ചന്റെ നെഞ്ചത്തൂടെ ലോറി കയറ്റുകയും ചെയ്യും. ബ്രേക്ക് പൊട്ടിച്ചാൽ ഒരു കേസും വരുത്തുമില്ല. നഷ്ടപരിഹാരം വല്ലതും കൊടുക്കണേൽ അതൊക്കെ ഇൻഷുറൻസുകാർ നോക്കിക്കോളും. ഇനി തുണ്ടത്തിൽ ജോസുകുട്ടി കളിക്കുന്നത് ബുദ്ധി കൊണ്ടാ. പറഞ്ഞത് മനസ്സിലായോ? സൂസന്നയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ആകാശവും ഭൂമിയും കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി. സർവചരാചരങ്ങളും നിശ്ചലമായതുപോലെ. തന്റെ തങ്കച്ചായ ജോസുകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തു വേണമെന്ന് നീ തീരുമാനിച്ചോ? ഇന്ന് നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നാളെ രാത്രിക്ക് മുമ്പ് അത് സംഭവിച്ചിരിക്കും. ഒരു തീരുമാനം നടപ്പാക്കുന്ന ഭാവമായിരുന്നു അപ്പോൾ ജോസൂട്ടിക്ക്. ജോസൂട്ടി, എനിക്കിപ്പോ കല്യാണം വേണ്ട ജോസൂട്ടി. ഇടനെഞ്ചു പൊട്ടി സൂസന കേണു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് പിന്നത്തെ കാര്യം. ഇപ്പോ മൂന്നാറുകാരി വന്നത് കല്യാണം ഉറപ്പിക്കാനല്ല, നിന്നെ കാണാനാ. ആദ്യം അത് നടക്കട്ടെ. 5 മിനിറ്റിനകം ഒരുങ്ങി വന്നോണം. സൂസന് തരിച്ചു നിന്നുപോയി നിമിഷങ്ങളോളം. തങ്കച്ചായനോടുള്ള പക തീർക്കാൻ ദാനം കിട്ടിയ പണത്തിൽ നിന്ന് 2-3 ലക്ഷം രൂപ മുടക്കാൻ അപ്പച്ചനും ജോസുകുട്ടിയും തയ്യാറാകുമെന്ന് സൂസനയ്ക്ക് അറിയാമായിരുന്നു. ഹൃദയത്തിൽ തിങ്ങി വിങ്ങി ആത്മനൊമ്പരം ഉള്ളിലൊതുക്കി അവൾ വേഷം മാറി. നേർത്തൊരു പുഞ്ചിരിയോടെ കുഞ്ഞന്റെ അമ്മ പിന്തിരിഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങിനായി നിൽക്കുമ്പോൾ സൂസന്നയുടെ മനം തേങ്ങി. എന്റെ തങ്കച്ചായ, ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. തങ്കച്ചായനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഈ വേഷം കെട്ടുന്നത്. ഇപ്പോഴും ഈ നിമിഷവും എന്റെ മനസ്സിൽ തങ്കച്ചായ മാത്രമേ ഉള്ളൂ, തങ്കച്ചായ മാത്രം. മൂന്നാറുകാരുടെ നോട്ടം സൂസനയിലൂടെ എഴയുകയായിരുന്നു. റോബിച്ച, നല്ലോണം നോക്കിക്കോ. ഇനി പെണ്ണ് കാണാനെന്നും പറഞ്ഞ് ഊരു ചുറ്റാൻ ഞാൻ വരില്ല. റോബിന്റെ കൂട്ടുകാരൻ ചെവിയിൽ മന്ത്രിച്ചു. റോബിന്റെ കണ്ണുകൾ സൂസന്നയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ലളിതമായ വേഷവും ശാലിന സൗന്ദര്യവും റോബിനെ വല്ലാതെ ആകർഷിച്ചു. വില കൂടിയ സാരിയും പുതിയ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങിയിട്ടും പഴയ സാരിയും ഒറ്റ മാല അണിഞ്ഞു വന്ന സൂസനെ കണ്ടപ്പോൾ റപ്പായി ചേട്ടനും ജോസുകുട്ടിക്കും കോപമടക്കാനായില്ല. പക്ഷേ അവർ സ്വയം നിയന്ത്രിച്ചു. 30,000 രൂപയുടെ വരെ സാരി പെട്ടിക്കകത്തിരിപ്പുണ്ട്. ആഭരണങ്ങളാണെങ്കിൽ കിലോ കണക്കിനാ. എന്നാലും അവളിങ്ങനെ, അവളുടെ സ്വഭാവം അങ്ങനെ. റപ്പായി ചേട്ടൻ ദേഷ്യം ഉള്ളിലൊതുക്കി മറ്റുള്ളവരോടായി പറഞ്ഞിട്ട് വെളുക്ക് ചിരിച്ചു. റോബിച്ച, പെണ്ണിനോട് നിനക്ക് വല്ലതും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ആയിക്കോ. പഴയ കാലമൊന്നുമല്ലല്ലോ. കൂട്ടത്തിൽ വന്ന പ്രായമുള്ള ആൾ എഴുന്നേറ്റു. അപ്പോഴും റോബിന്റെ കണ്ണുകൾ സൂസന്നയിലായിരുന്നു. സൂസന്ന അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ റോബിന് മെല്ലെ നിരാശ തോന്നി. എന്താ, നിനക്ക് സംസാരിക്കണ്ടേ? വീണ്ടും അയാൾ ചോദിച്ചു. വേണ്ട, സൂസന്നെ എനിക്കിഷ്ടമായി, റോബിൻ പെട്ടെന്ന് പറഞ്ഞു. റപ്പായ ചേട്ടനും ജോസുകുട്ടിക്കും ഒരു സാമ്രാജ്യം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു. കൂട്ടത്തിലെ പ്രായം കൂടിയ ആൾ റപ്പായ ചേട്ടനോടായി പറഞ്ഞു. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ? റോബിന്റെ അപ്പനും അമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് വരും. തീയതിയും ദിവസമൊക്കെ ഞങ്ങൾ അറിയിക്കാം.
അതിനു മുമ്പ് നിങ്ങളും അങ്ങോട്ടൊന്ന് വാ. ചെറുക്കന്റെ സ്ഥിതിയൊക്കെ നിങ്ങൾ അറിയണമല്ലോ. അധികം വരവും പോക്കും വേണ്ടെന്നേ. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് അധികം ബന്ധുക്കളുമില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അങ്ങ് വരാം. എല്ലാവരും യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞന്നാമ നിലത്തും താഴെയുമല്ലാത്ത അവസ്ഥയിലായി. രാത്രിയിൽ റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും ജോസുകുട്ടിയും ഞായറാഴ്ച മൂന്നാറിന് ആരെയൊക്കെയോ പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ചയിലായിരുന്നു. ബന്ധുക്കളെ ആരെയും കൊണ്ടുപോകണ്ടെന്ന എന്റെ അഭിപ്രായം. അലക്സാണ്ടർ മുതലാളി മൂന്നാറിലെ കോടീശ്വരന. നമ്മുടെ ബന്ധുക്കളൊക്കെ എഴുന്നള്ളിച്ചോണ്ട് ചെന്നാൽ ആ കല്യാണം നടക്കത്തുമില്ല. ഇവിടുത്തെ വേലക്കാർ ഇതിനേക്കാൾ യോഗ്യന്മാരായിരിക്കും, ജോസുകുട്ടി അഭിപ്രായപ്പെട്ടു. എന്നാലും ശാന്തം പറമ്പേലെ അന്ത്രയോസിനോടും ഭരണങ്ങാത്തെ പോത്തച്ചായനോടും ഭൂതത്താങ്കെട്ടിലെ ഇത്തപ്പാനെ പാപ്പനോടെങ്കിലും ഒന്ന് പറയണ്ടടാ ജോസുകുട്ടി. അതല്ലേ കല്യാണത്തിന് അവര് കൂടത്തില്ല, കുഞ്ഞന്നാമ്മ പറഞ്ഞു. ആ ഫസ്റ്റ് മൂന്നേം തലപ്പാവും കൊടുത്തു മുമ്പിൽ നിർത്തിയാ മതി. ഈ രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ടറിയാം. പട്ടിണി ജാതിയാണെന്ന് ഓർത്ത് അലക്സാണ്ടർ മുതലാളി സംഭാവന കൊടുത്ത് പറഞ്ഞു വിടും. എന്റെ അമ്മച്ചി വെറുതെ മിണ്ടാതിരിക്കെ. മനസ്സമ്മതത്തിന് എല്ലാരെയും അറിയിച്ചാ മതി. അന്നേരം പിന്നെ ബന്ധുക്കളെയും നാട്ടുകാരെയും ആരും തിരിച്ചറിയത്തില്ല, ജോസുകുട്ടി പറഞ്ഞു. ജോസുകുട്ടി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് റപ്പായി ചേട്ടനും അറിയാമായിരുന്നു. ഇന്നത്തെ നിലയ്ക്കനുസരിച്ച് ബന്ധുക്കളെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ബുദ്ധി. നീ കിടന്ന് ബഹളം വെച്ച് സൂസനെ അറിയിക്കണ്ട. ആരൊക്കെ പോകണോന്ന് നീ തന്നെ തീരുമാനിച്ചോ, ഒടുവിൽ റപ്പായി ചേട്ടൻ പറഞ്ഞു. ആ രാത്രി സൂസന്നയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും രാത്രി അവൾ മുകൾ നിലയിലെ ജാലകവാതിലൂടെ തങ്കച്ചന്റെ വീട്ടിലേക്ക് നോക്കി കണ്ണീരൊഴുക്കും. തങ്കച്ചായനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. പകൽ പോലും തങ്കച്ചനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ തങ്കച്ചായൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തങ്കച്ചായന് തന്നെ രക്ഷിക്കാനാവുമോ? എന്നും രാവിലെ ദേവസ്യാച്ചായനും ആനിയും വീടിന് മുന്നിലൂടെ നടന്നു പോകുന്നത് നിറമിഴികളോടെ അവൾ നോക്കി നിന്നു. ആനിയോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ സൂസന്നയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച രാവിലെ ജോസുകുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റപ്പായി ചേട്ടൻ വിളിച്ചു ചോദിച്ചു, നീ രാവിലെ എങ്ങോട്ടാടാ? നാളെ മൂന്നാറിന് പോകേണ്ടതല്ലേ? കൂടെ ആരൊക്കെയാ കൊണ്ടുപോകുന്നത്? കാറിലേക്ക് കയറാൻ തുടങ്ങിയ ജോസുകുട്ടി തിരിഞ്ഞു നിന്നു. അപ്പച്ചൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മങ്ങാട്ടുപറമ്പിലെ ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും മോട്ടിയൊക്കെ വന്നോളും. അവരാകുമ്പോ നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗമയാ. അത് നല്ലതാണെന്ന് റപ്പായി ചേട്ടനും തോന്നി. വേറൊരു കാര്യമുണ്ടടാ, അവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത് എങ്ങനെയാ? അവള് വല്ല കൊള്ളരുതായ്മയും കാണിച്ചാലോ? പിന്നാലെ വന്ന കുഞ്ഞന്നാമ്മ സംശയത്തോടെ ചോദിച്ചു. അമ്മച്ചി ഒരു കാര്യം ചെയ്, ഇവിടെ വരുന്ന പരദൂഷണം പെണ്ണമ്മയോട് വരാൻ പറഞ്ഞാ മതി. വല്ലപ്പോഴും അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച മേടിച്ചോണ്ട് പോകുന്നതല്ലേ, ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ. പിന്നെ നമ്മൾ മൂന്നാറിന് പോകുന്ന കാര്യം ആ പെമ്പറനത്തിയോട് പറയണ്ട. പരദൂഷണം പറഞ്ഞു നടക്കുന്ന സൈസ. ജോസുകുട്ടി നേരെ ജെയ്സൺ കുര്യാക്കോസിന്റെ ഫൈനാൻസിയേഴ്സിലേക്കാണ് പോയത്. അവിടെ ജെയ്സൺ കുര്യാക്കോസിനോടൊപ്പം സ്പിരിറ്റ് ജോമോനും മോട്ടിയുണ്ടായിരുന്നു. അല്ല ജോസുകുട്ടി എന്താ രാവിലെ? നാളെ രാവിലെയല്ലേ മൂന്നാറിന് പോകുന്നത്? ഏർപ്പാടെല്ലാം ചെയ്തോ? ജെയ്സൺ കുര്യാക്കോസ് സ്നേഹം നടിച്ചുകൊണ്ട് ചോദിച്ചു. നാളത്തെ കാര്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ കയറിയെന്നേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് പുറപ്പെടണം. ജോസുകുട്ടി ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ലൈറ്റർ തെളിച്ചു. ജോസുകുട്ടിയുടെ കാര്യം ഞങ്ങൾ മറക്കുവോ? നാളെ ഞങ്ങൾ 5 പേരും രാവിലെ 5:30 പ്രസ് ക്ലബിന് മുമ്പിലുണ്ടാവും. സ്പിരിറ്റ് ജോമോൻ ചിരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അലക്സിനെയും ബെന്നി കുര്യനെയും ഒന്ന് കാണണം. ജോസുകുട്ടി കാറിൽ കയറി. പിറ്റേ ദിവസം പരദൂഷണം പെണ്ണമ്മയെ സൂസന്നയുടെ ചുമതല ഏൽപ്പിച്ചിട്ട് രാവിലെ റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും ജോസുകുട്ടിയും മൂന്നാറിന് പുറപ്പെട്ടു. ടൗണിൽ വെച്ച് 5ാം നാവികപ്പടയെ അവരോടൊപ്പം കൂടി. തന്നെ മൂന്നാറിലെ എസ്റ്റേറ്റ് ഉടമയ്ക്ക് തീറെഴുതി കൊടുക്കാനാണ് അപ്പച്ചനും ജോസുകുട്ടിയൊക്കെ പോകുന്നതെന്ന് ഓർത്തപ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ സൂസന്നയ്ക്ക് തോന്നി. അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. മുകൾ നിലയിൽ നിന്നുകൊണ്ട് അവൾ താഴെ വഴിയിലേക്ക് നോക്കി. ആദ്യത്തെ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നു. അവർക്കിടയിൽ അവൾ തങ്കച്ചനെ തിരക്കുകയായിരുന്നു. തങ്കച്ചായന്റെ വീട്ടിലെ ആരെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. തന്നെ ഈ അഗ്നിപ്രവാഹത്തിൽ നിന്ന് രക്ഷിക്കാൻ അവരുടെ കാല് പിടിച്ച് അപേക്ഷിക്കാമായിരുന്നു. തങ്കച്ചായനല്ലാതെ മറ്റൊരാളുടെ മിന്ന് തന്റെ കഴുത്തിൽ വീഴുന്നത് വരെ തനിക്ക് കാത്തിരിക്കാനാവില്ല. അതിനു മുമ്പേ മരണത്തിലേക്ക് നടന്നെടുക്കണം. ആദ്യ കുർബാനയ്ക്ക് പോയവരുടെ കൂടെ തങ്കച്ചായനോ ആ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നില്ല. സൂസന്ന വീണ്ടും വഴിയിലേക്ക് നോക്കി നിന്നു. അവളെ നിരീക്ഷിച്ചുകൊണ്ട് പരദൂഷണം പെണ്ണമ്മ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒടുവിൽ സൂസന്ന കണ്ടു. 2ാം കുർബാനയ്ക്ക് പോകുന്നവർക്കിടയിൽ തങ്കച്ചായൻ. ജീവിതത്തിനും മരണത്തിനുമിടയിൽ പ്രതീക്ഷയുടെ ഒരു നുറുങ്ങു വെളിച്ചം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. സൂസന്ന
പള്ളിയിലേക്ക് എത്തുമ്പോൾ രണ്ടാം കുർബാന അവസാനിച്ചു കഴിഞ്ഞിരുന്നു. പള്ളി മേടയിൽ നിന്ന് ഇറങ്ങി വന്നവരുടെ ഇടയിൽ തങ്കച്ചനെ തേടി അവൾ ഒതുക്കുകല്ലുകൾ ഓടിക്കയറി. അനിയൻ കുഞ്ഞിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു തങ്കച്ചൻ. തങ്കച്ചനെ കണ്ടതും സൂസന പരിസരം പോലും മറന്നു ഓടിച്ചെന്നു. അപ്രതീക്ഷിതമായി സൂസനെ കണ്ടപ്പോൾ തങ്കച്ചൻ പകച്ചു. പിന്നെ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. റപ്പായി ചേട്ടനോ ജോസ് കുട്ടിയോ ഇത് കണ്ടാൽ സൂസനെ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് തങ്കച്ചായൻ അറിയാമായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ മുഖഭാവം വ്യക്തമാക്കി. എന്താ സൂസനെ, എന്താണുണ്ടായത്? തങ്കച്ചൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. അതരം വിറപൂണ്ടു. സൂസന്നയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തങ്കച്ചന് മനസ്സിലായി. കരയരുത് സൂസന്നെ, ഇവിടെ നമ്മൾ മാത്രമല്ലെന്ന് ഓർമ്മ വേണം. എനിക്ക് അവൾ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. ഇവിടെ വെച്ചൊന്നും വേണ്ട, നിന്റെ കൂടെ വേറെ ആരും ഇല്ലല്ലോ? തങ്കച്ചൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇല്ലെന്നവൾ തലയിളക്കി. നമുക്ക് മാറി എന്ന് സംസാരിക്കാം. തങ്കച്ചൻ പിന്നെ അനിയൻ കുഞ്ഞിനോടായി പറഞ്ഞു. ഞാൻ വന്നോളാം, നീ പൊയ്ക്കോ. തങ്കച്ചൻ നടന്നു. പിന്നാലെ സൂസന്നെയും. സെമിത്തേരിയിലെ തണൽ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ തങ്കച്ചൻ നിന്നു. മൗനം, വാചാലമായ നിമിഷങ്ങൾ. ദുഃഖസാഗരം ഇരുപ്പുന്ന സൂസന്നയുടെ മിഴിയിലേക്ക് നോക്കി നിൽക്കെ തങ്കച്ചന്റെ ഹൃത്തടത്തിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായി. സൂസന്നെ, ഒടുവിൽ എപ്പോഴോ തങ്കച്ചൻ ശബ്ദിച്ചു. തങ്കച്ചായ, എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അതിനുവേണ്ടി അപ്പച്ചനും ജോസ് കുട്ടിയൊക്കെ മൂന്നാറിന് പോയിരിക്കുക. സൂസന്ന സർവ നിയന്ത്രണങ്ങളും മറ്റ് പൊട്ടിക്കരഞ്ഞു. തങ്കച്ചൻ നിശബ്ദം നിന്നതേ ഉള്ളൂ. തന്നെ തോൽപ്പിക്കാൻ റപ്പായി ചേട്ടനും ജോസ് കുട്ടിയും സൂസന്നെ ഇരയാക്കുകയാണെന്ന് തങ്കച്ചന് അറിയാമായിരുന്നു. ഏതു നിമിഷവും അവരത് പ്രതീക്ഷിച്ചതുമാണ്. എങ്കിലും സൂസന്നയിൽ നിന്നത് കേട്ടപ്പോൾ ഉള്ളൊന്നു പിടഞ്ഞു. വീണ്ടും സൂസന്നയുടെ ചിലമ്പിച്ച സ്വരം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് പറ തങ്കച്ചായ. അവന്റെ മൗനം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്നിട്ടും അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊരിക്കലും അർഹതയില്ലാത്ത പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നൽ തങ്കച്ചനുണ്ടായി. ഒരിക്കൽ മോഹിച്ചതാണ്, പക്ഷേ ഇപ്പോൾ. പറ തങ്കച്ചായ, ഞാൻ എന്താ വേണ്ടത്? ആ മൂന്നാറുകാരൻ എസ്റ്റേറ്റുകാരന്റെ മുന്നിൽ മണവാട്ടിയായി നിൽക്കണോ? അവൾ ഒരു വിതുമ്പലോടെ ചോദിച്ചു. നിൽക്കണം. പെട്ടെന്നായിരുന്നു തങ്കച്ചന്റെ മറുപടി. തങ്കച്ചായ. സൂസന നടുങ്ങിപ്പോയി. അവളുടെ മുഖത്തേക്ക് നോക്കാൻ തങ്കച്ചന് കഴിഞ്ഞില്ല. അകലെ ഉച്ചവെയിൽ പടർന്നിറങ്ങുന്ന ആകാശ ചെരുവിലേക്ക് നോക്കി അവൻ നിന്നു. മനസ്സും അതിനുള്ളിലെ സ്നേഹവും ഒരാൾക്ക് മുഴുവനായി സമർപ്പിച്ചിട്ട് ശരീരം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാനൊരു വേശ്യയാണെന്നാണോ തങ്കച്ചായൻ കരുതിയത്? ഇല്ല തങ്കച്ചായ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് സൂസൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കും. സത്യം, സത്യം. അവൾ അറിയാതെ വിതുമ്പിപ്പോയി. തങ്കച്ചൻ സൂസന്നയുടെ ചുമലിൽ ഇരു കൈകളും ചേർത്ത് അമർത്തി. സൂസന്ന, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. 2-3 മാസം കൂടി കഴിഞ്ഞാൽ എന്റെ വിധി പറയും. തൂക്കുകയറാണ് കിട്ടുന്നതെങ്കിൽ കൊലമരത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം കളയരുത്. മനസ്സോടെ അല്ല സൂസന്നെ ഞാനിത് പറയുന്നത്. എങ്കിലും പറയാതെ വയ്യ. തങ്കച്ചൻ ഒരു നിമിഷം നിർത്തിയിട്ട് ശ്വാസം വലിച്ചെടുത്ത് തുടർന്നു. നീ എന്നെ മറക്കണം. ഈ ജന്മത്ത് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ലെന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം. ഇത് ഈ തങ്കച്ചായന്റെ ഒരു ആഗ്രഹമാണ്. ഒരുപക്ഷേ അവസാനത്തെയും. പറഞ്ഞതും തങ്കച്ചന്റെ ശബ്ദമിടറി. തങ്കച്ചായ. ഒരു പൊട്ടിക്കരച്ചിലോടെ സൂസന്ന തങ്കച്ചന്റെ മാറിലേക്ക് കുഴഞ്ഞു വീണു. ഇല്ല, ഇല്ല, തങ്കച്ചായനെ തൂക്കുമരത്തിലേക്ക് ഞാൻ വിടില്ല. ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ച്. മരണത്തിലും തങ്കച്ചായനോടൊപ്പം സൂസന്ന ഉണ്ടാവും. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും പിന്നെ പിന്നെ ഒത്തിരി ജന്മത്തിലും നമ്മൾ ഒന്നിച്ചാ തങ്കച്ചായ. തങ്കച്ചനെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു. മൂന്നാറിൽ നിന്നും മടങ്ങിയെത്തിയതും കുഞ്ഞന്നാമ്മ ഭർത്താവിനോട് പറഞ്ഞു. മൂന്നാറിലെ അവരുടെ വീട് കണ്ടിട്ട് എനിക്ക് തന്നെ നാണം തോന്നി. അത് വീടാണോ? കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ രാജാക്കന്മാരുടെ കൊട്ടാരമെന്ന്? കൊട്ടാരം. എത്ര വേലക്കാരവിടെ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയാമോ? 8 എണ്ണത്തിന് വരെ എണ്ണാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ റോബിച്ചന്റെ തള്ള വന്ന് എന്നെ പിടിച്ചോണ്ട് അകത്തോട്ട് കൊണ്ടുപോയി. കുഞ്ഞന്നാമ്മയ്ക്ക് അതിശയായിരുന്നു. റപ്പായി ചേട്ടൻ ഒന്ന് കുലുങ്ങിയിരുന്നു. നീ വേലക്കാരെ എണ്ണാൻ പാടുപെട്ടു. അവിടുത്തെ പട്ടി എണ്ണി തിട്ടപ്പെടുത്താൻ ഞാൻ നെട്ടോട്ട് ഓടുകയായിരുന്നു. അതോ നമ്മുടെ ഇവിടുത്തെ ഊത്ത പട്ടികളൊന്നും അല്ലത്. ദാ എന്റെ അത്രയും പൊക്കമുള്ളതൊക്കെ ഉണ്ടടി കുഞ്ഞന്നാമ്മേ. നമ്മുടെ സൂസന്നയുടെ ഒരു ഭാഗ്യം. അതല്ലായിരുന്നെങ്കിൽ ദേവസ്യാച്ചായന്റെ വീട്ടിലെ തീയും പുകയും കൊണ്ട് പട്ടിണിയും കിടന്ന് നരകിച്ചേനെ. കുഞ്ഞന്നാമ്മ ഭർത്താവിനോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു.
അവര് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോ നാണം കെടാൻ ഇടവരരുത്. അവരെക്കാൾ ഒട്ടും മോശക്കാരല്ലെന്ന് കാണിച്ചു കൊടുക്കണേ. കൊട്ടാരം പോലത്തെ വീട് മാത്രം പോരാ. അവിടെ ചെന്നപ്പോ കണ്ടില്ലേ മുതലാളിയെന്നും കൊച്ചമ്മയെന്നും ഒക്കെ വിളിച്ചോണ്ട് വേലക്കാർ ഓടി നടന്നത്. അതുപോലെ നമ്മളെ വിളിച്ചോണ്ട് നടക്കാൻ ഇവിടെയും വേലക്കാർ വേണം. അതല്ലേ അതിന്റെ കുറച്ചിൽ നിങ്ങൾക്കാ. കൊള്ളാമല്ലോടി കുഞ്ഞന്നാമേ നിന്റെ ബുദ്ധി. റപ്പായ ചേട്ടൻ ശൃംഗാരത്തോടെ ഭാര്യയെ നുള്ളി. പക്ഷേല് എന്നെ മുതലാളിന്നും നിന്നെ കൊച്ചമ്മയെന്നും വിളിക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ടോടി? ഇപ്പോഴും ഞാൻ കാറിൽ പോകുമ്പോൾ ശവവണ്ടി എന്നാ ഓരോ കഴിവേറുകൾ വിളിക്കുന്നത്. അതിന് നമ്മുടെ മൂക്കിന്റെ താഴെന്ന് വേണ്ടെന്നേ. അന്ത്രയോസിനോട് പറഞ്ഞാൽ ശാന്തം പറയാൻ ആളെ കിട്ടും. അവരാകുമ്പോ നമ്മളെ അറിയത്തില്ലല്ലോ, കുഞ്ഞന്നാമ്മ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജോസുകുട്ടിയും കൂട്ടി റപ്പായി ചേട്ടൻ ശാന്തം പാറയിലേക്ക് പോയി. കാറിലിരിക്കുമ്പോൾ റപ്പായി ചേട്ടൻ ജോസുകുട്ടിയോട് പറഞ്ഞു, എടാ ജോസുകുട്ടി, നമുക്കൊരു ഡ്രൈവർ കൂടെ വേണം. നീ വണ്ടി ഓടിച്ചാൽ പുറകിലത്തെ സീറ്റിൽ എനിക്ക് മലർന്നു കിടക്കാൻ പറ്റത്തില്ലടാ. തന്നെയല്ല, ഞായറാഴ്ച അലക്സാണ്ടർ മുതലാളിയൊക്കെ വരുമ്പോ യൂണിഫോം ഒക്കെ ഇട്ട ഒരുത്തൻ കാറ് കഴുകിക്കൊണ്ട് മുറ്റത്ത് വേണം. നമുക്കൊരാളെ തപ്പിയെടുക്കാം. സന്ധ്യയോടെ റപ്പായി ചേട്ടനും ജോസുകുട്ടിയും തിരിച്ചെത്തിയത് മധ്യവയസ്കരായ 2 സ്ത്രീകളെയും 10-60 വയസ്സുള്ള ഒരു പുരുഷനുമായിട്ടാണ്. സ്ത്രീകൾക്ക് അടുക്കള ജോലിയും വൃദ്ധനും പുറം ജോലിയും. അടുത്ത ദിവസം പുതിയൊരു ഡ്രൈവറെയും അതിനടുത്ത ദിവസം വലിയൊരു അൽസേഷ്യൻ പട്ടിയും എത്തി. നാട്ടുകാർക്ക് അതൊക്കെ കൗതുകമായിരുന്നു. മൂന്നാറുകാരുടെ മുന്നിൽ വീമ്പ് കാട്ടാൻ തത്രപ്പെടുന്ന അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ജോസുകുട്ടിയുടെയും വെമ്പൽ കണ്ടപ്പോൾ സൂസനയ്ക്ക് പുച്ഛമാണ് തോന്നിയത്. ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ പാഴ്വേലയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ഒന്നിലും ശ്രദ്ധിക്കാതെ സ്വന്തം മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി തങ്കച്ചനെ കുറിച്ചുള്ള ഓർമ്മകളുമായി. ഞായറാഴ്ച മൂന്നാറുകാരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. റപ്പായി ചേട്ടൻ ഒരു മുതലാളിയുടെ ഗമയിൽ ഗേറ്റിനടുത്ത് ചെന്ന് നിന്നു. പള്ളിയിലേക്ക് പോകുന്നവർ കേൾക്കാൻ വേണ്ടി വൃദ്ധനായ വേലക്കാരനെ അയാൾ വെറുതെ ശകാരിച്ചു. എടാ ഇട്ടൂപ്പേ, ജാക്കിയെ രാവിലെ കുളിപ്പിച്ചോടാ. അൽസേഷ്യൻ നായ ഇട്ടൂപ്പ് രാവിലെ കുളിപ്പിക്കുന്നത് റപ്പായി ചേട്ടൻ കണ്ടതാണ്. കുളിപ്പിച്ചു മുതലാളി, ആ വൃദ്ധൻ ഭവ്യതയോടെ അറിയിച്ചു. തന്നെ മുതലാളി എന്ന് വിളിക്കുന്നത് മറ്റുള്ളവർ കേൾക്കണമെന്നേ റപ്പായി ചേട്ടനും ആഗ്രഹിച്ചുള്ളൂ. റപ്പായി ചേട്ടൻ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ലക്ഷം ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തിയും പെൺമക്കളും പള്ളിയിൽ പോകാൻ വരുന്നത് കണ്ടത്. റപ്പായി ചേട്ടൻ വീണ്ടും ഗേറ്റിനടുത്തെത്തി. ദേവസ്യാച്ചായനും കുടുംബവും ഗേറ്റിനടുത്തെത്തിയപ്പോൾ അവര് കേൾക്കെ അൽസേഷ്യൻ നായയോടായി ഉറക്കെ പറഞ്ഞു, എടാ ജാക്കി, ഇവിടെ കുറെ തെണ്ടികളുണ്ട്. ഈ ഗേറ്റിന് അപ്പുറത്തോട്ട് കയറിയാൽ കടിച്ചോണം, അല്ലാതെ ചുമ്മാ കൊരച്ചാ പോരാ. നമ്മുടെ നാട്ടിലെ തെണ്ടികളൊക്കെ ആരാണെന്ന് നല്ലോണം നോക്കിക്കോ. ഇവിടെ വന്ന് നോക്കടാ ജാക്കി. ജാക്കി ഗേറ്റിനടുത്ത് വന്ന് നിന്ന് ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. റപ്പായി ചേട്ടന്റെ പരിഹാസം മനസ്സിലായെങ്കിലും ദേവസ്യാച്ചായൻ അത് കേട്ടതായി നടിച്ചില്ല. അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും റപ്പായി ചേട്ടന്റെ പരിഹാസം. അപ്പോ തെണ്ടികളെ പെട്ടെന്ന് നിനക്ക് മനസ്സിലായി അല്ലേടാ ജാക്കി? മുന്നോട്ട് നീങ്ങിയ ആനി തിരിഞ്ഞു നിന്നു. അല്പന് പദവി കിട്ടിയ അർദ്ധരാത്രിയിലും കൊട പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിൽ കാണുന്നത് ഇപ്പഴാ. അത് പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തങ്കച്ചന്റെ വിളിവെച്ച കേട്ടത്. നിക്കടി ആനി. തങ്കച്ചായനെ കണ്ടപ്പോൾ അവൾ നിന്നു. എന്താടി റപ്പായി മുതലാളിയായിട്ടൊരു സംസാരം? അല്ല, റപ്പായി മുതലാളി ഇവിടുത്തെ തെണ്ടികളെയൊക്കെ പട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അത് കണ്ടോണ്ട് നിന്നതാ. ആനി തെല്ല് പരിഹാസത്തോടെ പറഞ്ഞിട്ട് റപ്പായി ചേട്ടനെ ഒളി കണ്ണാൽ നോക്കി. ഓ അത് ശരി, എന്നിട്ട് ഏതൊക്കെ തെണ്ടികളെയാ പരിചയപ്പെടുത്തിയത്? തങ്കച്ചൻ ചോദിച്ചു. മുതലാളിയുടെ കണ്ണിൽ കന്നേൽ ദേവസ്യാച്ചായനും ഭാര്യയും മക്കളുമായിട്ട് ആകെ 5 തെണ്ടികളല്ലേ ഇവിടെ ഉള്ളൂ. തങ്കച്ചൻ ഒന്ന് അമർത്തി മൂളി. ആ, നിങ്ങൾ പള്ളിയിലേട്ട് പോയിക്കോ, ഞാൻ വന്നോളാം. അത് പറഞ്ഞ് തങ്കച്ചൻ ഗേറ്റിനടുത്തെത്തി. റപ്പായി ചേട്ടൻ അഭിമുഖമായി നിന്നു. അവന്റെ കണ്ണുകൾ റപ്പായി ചേട്ടനിൽ തറഞ്ഞു നിന്നു. കുന്നേൽ ദേവസ്യാച്ചായനും മക്കളും ഒക്കെ തെണ്ടികളാണോ? തങ്കച്ചന്റെ ചോദ്യം റപ്പായി ചേട്ടന് ദേഷ്യം പിടിപ്പിച്ചു. കൂറ്റൻ അൽസേഷ്യൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആരെയും പേടിക്കാനില്ലെന്ന തോന്നലും അയാൾക്ക് ധൈര്യം നൽകി. അതേടാ, നീയൊക്കെ തെണ്ടികളാ, ചെറ്റ തെണ്ടികൾ. തങ്കച്ചൻ 2 കൈകളും ഉയർത്തി ഗേറ്റ് മലർക്കെ തള്ളി തുറന്നു. എല്ലാം കണ്ടുകൊണ്ട് സൂസന്റെ മുകൾ നിലയിൽ നിൽപ്പുണ്ടായിരുന്നു. ആര് പറഞ്ഞടാ ഗേറ്റ് തുറക്കാൻ? ഇറങ്ങടാ വെളിയിൽ. അല്പം ഭീതിയോടെയാണ് റപ്പായി ചേട്ടൻ ചോദിച്ചത്. പിന്നെ തിരിഞ്ഞ് പട്ടിയോട് കൽപ്പിച്ചു, ജാക്കി ഇവനെ ഇറക്കി വിട്. യജമാന്റെ ആജ്ഞ കേട്ടതും ജാക്കി കുറച്ചുകൊണ്ട് തങ്കച്ചന് നേരെ പാഞ്ഞെടുത്തു. അതേ നിമിഷത്തിൽ തന്നെയായിരുന്നു തങ്കച്ചന്റെ വലതുകാൽ വായുവിൽ ഉയർന്നത്. അൽസേഷ്യൻ ഒരു മോങ്ങലോടെ ദൂരെ തെറിച്ചു വീണു. തങ്കച്ചൻ വീണ്ടും റപ്പായി ചേട്ടന് നേരെ തിരിഞ്ഞു.
റപ്പായി ചേട്ടൻ ഭയന്നുപോയി. നോക്ക്, നിങ്ങൾ പറഞ്ഞില്ലേ ദേവസ്യാച്ചായന്റെ മകൻ കൊലപാതകി ആഭാസനും ഒക്കെയാണെന്ന്. അതെ, ഇപ്പൊ ഓട്ടോ തങ്കച്ചൻ അതൊക്കെ തന്നെയാ. മേലിൽ എന്റെ വീട്ടുകാരെ കുറിച്ച് എന്തേലും അനാവശ്യം പറഞ്ഞെന്നറിഞ്ഞാൽ പട്ടിയെ അടിച്ച മടക്കനടി ഈ നാഫിക്കിട്ടായിരിക്കും. പിന്നെ അധിക നാള് ജീവിച്ചിരിക്കാന്ന് കരുതണ്ട, മനസ്സിലായോ? അടുത്ത ക്ഷണം ഓട്ടോ തങ്കച്ചൻ മുഖം വെട്ടി തിരിച്ചു നടന്നു. പട്ടിയുടെ നിർത്തലില്ലാതെയുള്ള കരച്ചിൽ കേട്ട് പുറത്തേക്ക് ഓടി വന്ന കുഞ്ഞന്നാമയും ജോസൂട്ടിയും കണ്ടത് ഗേറ്റ് കടന്നു പോകുന്ന ഓട്ടോ തങ്കച്ചനെയാണ്. ആദ്യം ഒരാന്തലുണ്ടായി. കല്യാണക്കാര് വരുന്ന വിവരമറിഞ്ഞ് തങ്കച്ചൻ വന്നതാണെന്നാണ് കരുതിയത്. എന്താ അപ്പച്ച, അവൻ എന്തിനാ ഇവിടെ വന്നത്? ജോസൂട്ടി പാരവശ്യത്തോട് ചോദിച്ചു. ദേവസ്യാച്ചായന്റെ ആ കൊലക്കേറി പെണ്ണ് ഏഷണി കൂട്ടി കൊടുത്തിട്ടാവും വന്നതാ. ജാക്കി ഒരു തൊഴിതൊഴിച്ചിട്ട് പോയി. സത്യത്തിൽ റപ്പായി ചേട്ടന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഇത് ഞാൻ എന്തിനാ രാവിലെ വേഷവും കെട്ടി വഴിയെ പോകുന്നവരുടെ വായി നോക്കാൻ നിൽക്കുന്നത്? ഇന്നാണേൽ മൂന്നാറുകാര് വരുന്ന ദിവസമോ നിങ്ങൾ അകത്ത് കയറി നിൽക്കുന്നുണ്ടോ മനുഷ്യ? കുഞ്ഞന്നാമ ദേഷ്യപ്പെട്ടു. റപ്പായി ചേട്ടൻ അകത്തേക്ക് കയറി. താഴെ കാറിന്റെ ഇരമ്പൽ കേട്ടപ്പോൾ ജോസുകുട്ടി ഒരിക്കൽ കൂടി സൂസനെ ഓർമ്മിപ്പിച്ചു. ദാ അവര് വന്നു. നിന്റെ ദുർമുഖമല്ല അവർക്ക് കാണേണ്ടത്. തങ്കച്ചൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ചോണം. വെറുതെ എന്നെ കൊലപാതകയാക്കരുത്. ജോസുകുട്ടി വേഗം താഴേക്കിറങ്ങി. സൂസന്ന യാന്ത്രികം എന്നോണം എല്ലാം അനുസരിച്ചു. പുതിയ സാരി ധരിച്ചു, ആഭരണങ്ങൾ അണിഞ്ഞു. ശവസംസ്കാരത്തിന് മുമ്പുള്ള അണിയിച്ചൊരുക്കലായേ അവൾ അതിനെ കണ്ടുള്ളൂ. താഴെ പൊട്ടിച്ചിരിയും ബഹളവും ഒക്കെ പൊടി പൊടിക്കുകയാണ്. റപ്പായി ചേട്ടനും കുഞ്ഞനാമ്മയും മത്സരിച്ച് വീമ്പിളക്കുകയാണ്. മൂന്നാറിൽ നിന്ന് 3 കാറുകളിലായി 10-15 പേരാണ് വന്നത്. അവരുടെയൊക്കെ മുന്നിൽ ഒരു മരപ്പാവ കണക്കെ സൂസന നിന്നു. അലക്സാണ്ടർ മുതലാളിക്കും ഭാര്യ റോസിക്കും സൂസനെ ഇഷ്ടപ്പെട്ടു. തങ്ങളുടെ മകന്റെ സെലക്ഷൻ മോശമായിട്ടില്ലെന്ന് അവർക്ക് തോന്നി. മനസ്സമ്മതത്തിന്റെ തീയതിയും തീരുമാനിച്ചിട്ടാണ് മൂന്നാറിൽ നിന്ന് വന്നവർ മടങ്ങിപ്പോയത്. എല്ലാവരും പോയി കഴിഞ്ഞതും സൂസന്റെ കട്ടിലിൽ വീണ് തേങ്ങി തേങ്ങി കരഞ്ഞു. മനസ്സമ്മതത്തിന്റെ ദിവസം അടുക്കുംതോറും റപ്പായി ചേട്ടനും ജോസുകുട്ടിയും പ്രപഞ്ചം കൈപ്പിടിയിൽ ഒതുക്കിയ സന്തോഷമായിരുന്നു. ഒപ്പം ഭയവും വേവലാതിയും വളർന്നു. സൂസനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. ഇന്നും അവൾ തങ്കച്ചനെ സ്നേഹിക്കുന്നുണ്ട്. തങ്കച്ചനാണെങ്കിൽ പക വീട്ടാൻ അവസരം പാർത്തു നടക്കുകയാണ്. എടാ ജോസുകുട്ടി. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ജോസുകുട്ടിയുടെ പിന്നാലെ റപ്പായി ചേട്ടൻ ചെന്നു. ജോസുകുട്ടി തിരിഞ്ഞു നിന്നു. സാധുക്കളാണെങ്കിലും ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളെയെങ്കിലും മനസ്സമ്മതം അറിയിക്കണ്ടേടാ. അതല്ലെങ്കിൽ അവരൊക്കെ എന്നാ വിചാരിക്കും? നാളെ മുതൽ അവരെ ക്ഷണിച്ചോ? നമ്മുടെ ബന്ധുക്കളാണെന്ന് മൂന്നാറുകാരെങ്ങനെ അറിയാനാ? അതല്ലടാ, സൂസനെ തനിച്ചാക്കി നമ്മളൊക്കെ പുറത്തു പോയാൽ എങ്ങനാ? സമയത്ത് അവള് കലമുടച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? റപ്പായി ചേട്ടൻ ചോദിച്ചു. അതോർത്ത് അപ്പച്ചൻ പേടിക്കണ്ട. രാത്രിയിലും പകലും കാവൽ നിൽക്കാൻ 2 സെക്യൂരിറ്റിയറെ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. കാറിലേക്ക് കയറുന്നതിനിടയിൽ ജോസുകുട്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ഇന്ന് തന്നെ തുരുത്തേലച്ഛനെ പോയി കാണണം. അതല്ലെങ്കിൽ മനസ്സമ്മതത്തിന് വികാരിയച്ഛനുണ്ടായെന്ന് വരില്ല. ഞാൻ ടൗണിലോട്ട് എന്നിട്ട് കാർ അയക്കാം. ജോസുകുട്ടി കാറിന്റെ പിൻ സീറ്റിൽ കയറി. അവൻ ടൗണിൽ ഇറങ്ങിയിട്ട് കാർ തിരിച്ചയച്ചു. തുരുത്തേലച്ഛനെ കാണാൻ റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും കൂടിയാണ് പോയത്. സൂസനെ ശ്രദ്ധിക്കാൻ വേലക്കാരെ ഏർപ്പാട് ചെയ്തിട്ടാണ് അവർ പോയത്. പള്ളി വരാന്തയിൽ വന്നു കപ്പ്യാര് കുര്യോച്ചനോടായി റപ്പായി ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എടാ കപ്പ്യാരെ, തുരുത്തേലച്ഛൻ ഇവിടെ ഉണ്ടോടാ? അകത്തുണ്ട്. റപ്പായി ചേട്ടനൊന്ന് അമർത്തി മൂളിയിട്ട് വരാന്തയിലൂടെ നടന്നു. പിന്നാലെ കുഞ്ഞന്നാമയും. അവർ പോകുന്നത് നോക്കി കപ്പ്യാര് കുര്യാച്ചൻ നിന്നു. വീട്ടിലെ പട്ടിണി പറഞ്ഞ് എത്രയോ പ്രാവശ്യം റപ്പായി തന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിയിരിക്കുന്നു. ഒന്നും മടക്കി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. എന്നിട്ടിപ്പോൾ കുര്യാച്ച എന്ന് മുഴുവൻ വിളിക്കാത്ത ശവവണ്ടി റപ്പായിയാണ് എടാ കപ്പ്യാരെ എന്ന് വിളിച്ചത്. കപ്പ്യാര് കറിയാച്ചൻ കാറി തുപ്പി. റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തുരുത്തേലച്ഛൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. റപ്പായി ചേട്ടൻ മുരടനക്കി. തുരുത്തേലച്ഛൻ കണ്ണട എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് മുഖമുയർത്തി. റപ്പായിയോ, ഇരിക്കെ. തുരുത്തേലച്ഛൻ പുഞ്ചിരിച്ചു. ഇരിക്കാനൊന്നും നേരമില്ലച്ചോ, പിടിപ്പത് ജോലിയാ. അതിനിടയിൽ ഓടി വരുമായിരുന്നു. എന്താ റപ്പായി, വിശേഷിച്ചൊരു ജോലി തിരക്ക്? റപ്പായി ചേട്ടന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടും തുരുത്തേലച്ഛൻ അജ്ഞത നടിച്ചു. സൂസനയുടെ കല്യാണമൊക്കെ ഏതാണ്ട് തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാ അച്ഛനോട് പോലും നേരത്തെ പറയാൻ പറ്റാതിരുന്നത്. മൂന്നാറിലെ വലിയൊരു കാശുകാരന്റെ ഒറ്റ മോന. 10-25 എസ്റ്റേറ്റ് ഒക്കെയുള്ള പാർട്ടിയാ. അവര് വന്ന് കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. മനസ്സമ്മതത്തിന്റെ തീയതിയും കുറിച്ചോണ്ടാ പോയത്. റപ്പായി ചേട്ടൻ
ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് ഭാര്യയെ നോക്കി. അല്ലേടി കുഞ്ഞന്നാമ്മേ? കുഞ്ഞന്നാമ്മ ഒന്ന് ഞെളിഞ്ഞു നിന്നു. അതെ അച്ചോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബന്ധമാ. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് വന്നതാ. അടുത്ത ഞായറാഴ്ചയാ മനസ്സമ്മതം. അച്ഛനാവുന്നു നടത്തി തരണം. കുഞ്ഞന്നാമ്മ ഭവ്യത നടിച്ചു. അപ്പോ തങ്കച്ചന്റെ കാര്യം എങ്ങനെ അറപ്പായി? അവനുമായിട്ടുള്ള മനസ്സമ്മതം കഴിഞ്ഞതല്ലേ? തുരുത്തേലച്ചൻ ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു. പോകാൻ പറ അച്ചോ, മനസ്സമ്മതമല്ലേ നടന്നോളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. റപ്പായി ചേട്ടന്റെ ഭാവം മാറി. എന്നാലും തങ്കച്ചന് സൂസന്യയുമായി സ്നേഹത്തിലല്ലായിരുന്നോ? നിങ്ങൾ രണ്ടു വീട്ടുകാർക്കും ആ ബന്ധം ഇഷ്ടവുമായിരുന്നല്ലോ. അതുകൊണ്ട് മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ റപ്പായി. തുരുത്തേലച്ചന് വല്ലാത്ത ദുഃഖം തോന്നി. ഒന്നും ആലോചിക്കാനില്ലച്ചോ. കൊലപാതകിക്കും ചട്ടമ്പിക്കും ഒന്നും കൊടുക്കാൻ എനിക്ക് വേറെ പെൺപിള്ളേരില്ല. ആകെ ഒന്നേ ഉള്ളൂ, ദേവസ്യാച്ചായന്റെ മകനെ കൊലക്കയറാ കിട്ടുന്നതെന്ന് പറയുന്നത്. എന്റെ മകളെ വിധവയാക്കണോന്ന് അച്ഛൻ എന്താ ഇത്ര നിർബന്ധം? റപ്പായി ചേട്ടൻ ശബ്ദമുയർത്തി. തുരുത്തേലച്ചൻ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. തങ്കച്ചനെയും സൂസനെയും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പറഞ്ഞതാ. തങ്കച്ചന്റെ വിധി വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കരുത് റപ്പായി. തുരുത്തേലച്ചന്റെ സ്വരം ഇടറി. ഒരു കാത്തിരിപ്പും ഇല്ലച്ചോ. മൂന്നാറുകാര് ചോദിച്ച കാശ് എണ്ണി കൊടുത്തിട്ടാ കല്യാണം നടത്താൻ പോകുന്നത്. അല്ലാതെ ചിട്ടി പിടിച്ചും കടം വാങ്ങിയിട്ടുമല്ല. ദേവസ്യാച്ചായന്റെ പുന്നാര മകന്റെ കഴുത്തിൽ കയറ് വീഴുന്നതിന് മുമ്പ് എന്റെ മകളുടെ കഴുത്തിൽ മിന്നു വീഴണമെന്ന് എന്റെ ഒരു വാശിയാ. ഞാനത് നടത്തും. സൗകര്യം ഉണ്ടെങ്കിൽ അച്ഛൻ മനസ്സമ്മതം നടത്തി തന്നാ മതി. റപ്പായി ചേട്ടൻ കോപത്തോടെ പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞ് അച്ഛനോടായി പറഞ്ഞു. അടുത്ത ഞായറാഴ്ചയാ. പിന്നെ കുഞ്ഞന്നാമയെ നോക്കി. വാടി. റപ്പായി ചേട്ടന്റെ പിന്നാലെ കുഞ്ഞന്നാമയും നടന്നു. തുരുത്തേലച്ചൻ നിറഞ്ഞു വന്ന കണ്ണുനീർ മെല്ലെ തുടച്ചു. പിറ്റേ ദിവസം മുതൽ തുണ്ടത്തിൽ ബംഗ്ലാവിന് മുന്നിൽ യൂണിഫോമും തൊപ്പിയും ഒക്കെ ധരിച്ച ആജാനുബാഹുവായ സെക്യൂരിറ്റിക്കാരൻ നിലയുറപ്പിച്ചു. പകലും രാത്രിയുമായി 2 സെക്യൂരിറ്റിക്കാരെയാണ് നിയമിച്ചത്. ഇടിവെട്ടും ഭൂകമ്പവും ഒന്നിച്ചുണ്ടാകുമെന്നാ തോന്നുന്നേ. പല വട്ടുകേസും കണ്ടിട്ടുണ്ട്. റപ്പായിടത് ഇച്ചിരി കൂടിയതാന്നാ തോന്നുന്നത്. കുഞ്ഞോമച്ചൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഇനിയിപ്പോ കാവലിന് ആളില്ലെങ്കിൽ രക്ഷയില്ല കുഞ്ഞാമച്ചോ. അല്ലെങ്കിൽ കൊച്ചു ശവണ്ടി വല്ലോരും വെട്ടിക്കൊല്ലും. എസ്തപ്പാൻ പുലമ്പി. സൂസന്നയുടെ മനസ്സമ്മതം ഇതിനോടകം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. തങ്കച്ചനെ കുറിച്ച് ഓർക്കുമ്പോഴായിരുന്നു അവർക്കൊക്കെ സങ്കടമേറെയും. സൂസന്ന തങ്കച്ചന്റേതാണെന്ന് ഒരിക്കൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നു. ഇണക്കുരുവികളെ പോലെ നടന്നവർ എന്നിപ്പോൾ പെൺകിളി പറന്നു പോവുകയാണ്. സൂസന്ന മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചതിൽ സ്ത്രീകൾക്കൊക്കെ അടക്കാനാവാത്ത അമർഷമായിരുന്നു. പൊതു പൈപ്പിൽ വെള്ളമെടുക്കാൻ നിൽക്കുമ്പോൾ കൊന്നുമേലെ രമണി പൊട്ടിത്തെറിച്ചു. അതെങ്ങനാ? ശവവണ്ടിയുടെ മോളല്ലേ. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ പ്രമാണം. കാശിന്റെ തിളച്ചില് അവൾക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവും. തങ്കച്ചൻ ജയിലിലോട്ടോ കൊലമരത്തിലോട്ടോ പോയിട്ട് പോരായിരുന്നോ അവൾക്ക് ഈ കടുങ്കൈ കാണിക്കാൻ? തങ്കച്ചന്റെ കേസിന്റെ വിധി ഉടനെ ഉണ്ടാകുമെന്നാ പറയുന്നത്. ഇരുമ്പഴി എണ്ണാൻ പോകുന്നതിന്റെ പേരിൽ ജീവിതം പാഴാക്കാൻ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെമ്പിള്ളാര് തയ്യാറാവുമോ? ത്രേസ്യ കുട്ടി സൂസനെ ന്യായീകരിച്ചു. ഹോള് പോലിരിക്കും. അതുവഴി നടന്നുപോയ മീൻകാരി ദാക്ഷായണി തിരിഞ്ഞു നിന്നു. ലോട്ടറി അടിച്ച് 10 കാശ് കിട്ടുന്നത് വരെ ശവവണ്ടിയുടെ മകൾക്ക് ജീവിതം വേണ്ടായിരുന്നോ? കൊലക്കേസിലെ പ്രതിയായിട്ടും ഓട്ടോ തങ്കച്ചന്റെ പിന്നാലെ അവള് മണത്ത് നടന്നതല്ലേ. എന്നിട്ടിപ്പോ അവളുടെ ഒരു ജീവിതം. അവൾക്ക് അങ്ങനെ വല്ല പൂതിയുണ്ടേ കോടതി വിധി കഴിഞ്ഞിട്ട് പോരായിരുന്നോ? കൊലക്കാരാണേലും ആ പാവത്തിന് മനസമാധാനത്തോടെ മരിക്കാനെങ്കിലും അനുവദിക്കരുതായിരുന്നോ ആ മൂദേവിക്ക്? മീൻകുട്ട തലയിലേറ്റ് നടക്കുന്നതിനിടയിൽ ദാക്ഷായണി പിറുപിറുത്തു. അവൾ അനുഭവിക്കും, നോക്കിക്കോ. നാട്ടിലെ സംസാരങ്ങളൊക്കെ സൂസന്നെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവൾ കുളിമുറിയിൽ കയറി ആരും കാണാതെ ഹൃദയം പൊട്ടിക്കരയും. നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ച ദുഃഖം മുഴുവൻ കണ്ണീരായി ഒഴുകിയിറങ്ങുമ്പോൾ അവൾ സ്വയം സമാധാനിച്ചു. സ്നേഹത്തിന്റെ ബലികുടീരത്തിൽ ജീവിതം ഹോമിച്ച ഈ സൂസന്ന ഓട്ടോ തങ്കച്ചൻ്റെത് മാത്രമായിരിക്കുമെന്ന് ഒരിക്കൽ ഈ നാട്ടുകാരറിയും. അന്ന് ഈ സൂസന്നെ ഇത് കേൾക്കാനുണ്ടാവില്ല. അവൾ ഭിത്തിമേൽ തലയിടിച്ച് സർവ്വം നഷ്ടപ്പെട്ടവളെ പോലെ പൊട്ടിക്കരഞ്ഞു. തങ്കച്ചന്റെ വീട്ടിലും ദുഃഖം കനീഭവിച്ചു നിന്നു, ഒരു മരണവീട് പോലെ. എന്നാലും ആ പെങ്കൊച്ചന്റെ മോനോട് ഇത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാ ദണ്ണം. എന്റെ സ്വന്തം മോളെ പോലെയാ ഞാൻ അവളെ സ്നേഹിച്ചത്. വേറെ കല്യാണം കഴിക്കുന്നതിലോ സുഖമായി ജീവിക്കുന്നതിലോ വിഷമമുണ്ടായിട്ടല്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ തങ്കച്ചന്റെ വിധി കഴിയുന്നിടം വരെയെങ്കിലും ഇതൊന്നും മാറ്റിവെക്കായിരുന്നു. സാറാ ചേട്ടത്തി പദം പെറുക്കി കരഞ്ഞു. സൂസനയുടെ സമ്മതത്തോടെ അല്ല ഈ കല്യാണം ഉറപ്പിച്ചതെന്ന് ആനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ മാത്രം ഒന്നും പറഞ്ഞില്ല.
ഓട്ടോ സ്റ്റാൻഡിലെ ചർച്ചാ വിഷയവും അതുതന്നെയായിരുന്നു. മനസ്സമ്മതത്തിന് ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓട്ടോ ഡ്രൈവർമാർ ഓരോരുത്തരായി തങ്കച്ചനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. തങ്കച്ചൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. പക്ഷേ അവന്റെ ദുഃഖം അവർക്കൊക്കെ മനസ്സിലാകുമായിരുന്നു. സ്നേഹിച്ച പെണ്ണിന്റെ സാന്ത്വനം കിട്ടേണ്ട നിമിഷങ്ങളിൽ അത് കൈവിട്ടു പോവുക അത് സഹിക്കാവുന്നതിലപ്പുറത്താണ്. തങ്കച്ച, സത്യം പറ, സൂസനെ നഷ്ടപ്പെടുന്നതിൽ നിനക്ക് സങ്കടമില്ലേ? അനിയൻ കുഞ്ഞ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. തങ്കച്ചൻ ഓട്ടോയിൽ ചാരി നിശബ്ദം നിന്നതേ ഉള്ളൂ. പറ തങ്കച്ച, ഇന്നൊരു രാത്രി കൂടി സമയമുണ്ട് നിനക്ക്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ നിമിഷം സൂസനെ അവളുടെ തന്തയുടെ മുമ്പിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരാം. പറ, കൊണ്ടുവരട്ടെ. വടിവാളുകൂട്ടം മുന്നോട്ട് ആഞ്ഞു നിന്നു. തങ്കച്ച, കൈവിട്ടു പോയതിനു വേണ്ടി കൈകാലിട്ട് അടിച്ചിട്ട് പ്രയോജനമില്ല. നാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്നേ പറ്റൂ. ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട്. ഇപ്പൊ തന്നെ പോയി സൂസനെ വിളിച്ചിറക്കിക്കൊണ്ടുവരാം. ഒരു പട്ടിയും ഒരു ചുക്കും ചെയ്യത്തില്ല. യൂണിയൻ ചെല്ലപ്പൻ ആവേശഭരിതനായി. എന്താ, പോകാൻ തങ്കച്ച? കൂടം ബാബു പ്രതീക്ഷയോടെ തങ്കച്ചനെ നോക്കി. വേണ്ട, പെട്ടെന്നായിരുന്നു തങ്കച്ചന്റെ മറുപടി. പിന്നെ എല്ലാവരും ഒരുപോലെ ചോദിച്ചു. തങ്കച്ചൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. പിന്നെ മെല്ലെ ശബ്ദിച്ചു. അവളെ രക്ഷിക്കാനാണ് ഇപ്പൊ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നതെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ അവളെ ശിക്ഷിക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്? അന്ന് എനിക്ക് വധശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ആരവളെ രക്ഷിക്കും? നിങ്ങൾ ആരെങ്കിലും അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുമോ? പറ. അങ്ങനൊരു വാക്ക് കിട്ടിയാൽ ഈ നിമിഷം സൂസനെ ഞാൻ ഇങ്ങ് ഇറക്കിക്കൊണ്ടുവരാം. പറ, ഏറ്റെടുക്കുവോ? തങ്കച്ചൻ ഒരിക്കൽ കൂടി എല്ലാരെയും ഒന്ന് നോക്കിയിട്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വായു വേഗത്തിൽ ഓടിച്ചുപോയി. അപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞൊഴുകിയത് ആരും കണ്ടില്ല. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ ശേഷവും പള്ളി അങ്കണവും പരിസരവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ചെറിയൊരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു. റപ്പായി ചേട്ടന്റെ ജാടകൾ മുഴുവൻ അവിടെ പ്രതിഫലിച്ചിരുന്നു. പള്ളിക്ക് താഴെയുള്ള വഴിയിൽ കാറുകളുടെ നീണ്ട നിര. മൂന്നാറിൽ നിന്ന് 10-20 കാറുകളിലായിരുന്നു ചെറുക്കൻ കൂട്ടർ വന്നത്. പള്ളിമേടയിൽ മനസ്സമ്മതത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു. ഇത്തരം ചടങ്ങുകളിൽ തികച്ചും സന്തോഷവാനായി കാണപ്പെടുന്ന തുരുത്തേലച്ചന്റെ മുഖം അന്ന് ആദ്യമായി ഇരുണ്ടു. തുരുത്തേലച്ചൻ സൂസനെ മെല്ലെ നോക്കി. വില കൂടിയ പട്ടുവസ്ത്രങ്ങളും ശരീരം നിറയെ സ്വർണ്ണാഭരണങ്ങളുമായി ഒരപ്സരസിന്റെ സോഫയോടെ നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ നിരാശയുടെയും സങ്കടത്തിന്റെയും നിഴൽ വീഴുകയാണ്. ആ കണ്ണുകളിൽ നേർമുത്തുകൾ തിളങ്ങി നിന്നിരുന്നു. ഏതു നിമിഷവും ഇറ്റിറ്റ് വീഴും പോലെ. സൂസന്നയ്ക്ക് തൊട്ടടുത്ത് റോബിൻ. തുരുത്തേലച്ചൻ ദുഃഖത്തോടെ ഓർത്തു. സൂസന്നയ്ക്ക് അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ തങ്കച്ചനായിരുന്നെങ്കിൽ. വല്ലാത്ത ഹൃദയഭാരത്തോടെ തുരുത്തേലച്ചന്റെ ഇടറിയ ശബ്ദം അവിടെ മാകെ പ്രതിധ്വനിച്ചു. ഈ ഇടവകയിൽ തുണ്ടത്തിൽ വീട്ടിൽ റപ്പായി കുഞ്ഞന്നാമ്മ മകൾ സൂസന്നെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? റോബിന്റെ തിളങ്ങുന്ന കണ്ണുകൾ ഒരു നിമിഷാർദ്ധം സൂസന്നയുടെ മുഖത്തേക്ക് പാളി വീണു. പിന്നെ അവൻ മൃദുസ്വരത്തിൽ പറഞ്ഞു, സമ്മതമാണ്. തുരുത്തേലച്ചൻ സൂസന്നയ്ക്ക് നേരെ തിരിഞ്ഞു. മൂന്നാർ ഇടവകയിൽ റോസ് വില്ലയിൽ അലക്സാണ്ടർ റോസാ മകൻ റോബിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സൂസന്ന നിശബ്ദം നിന്നതേയുള്ളൂ. അവളുടെ മിഴിക്കോണുകളിൽ നിന്ന് 2 കണ്ണീർ മാർബിൾ തറയിൽ വീണു ചിതറി. തുരുത്തേലച്ചൻ വീണ്ടും ആവർത്തിച്ചു, സമ്മതമല്ല. പൊടുന്നനെ പള്ളിമേടയ്ക്കുള്ളിൽ ഇടിവെട്ടും പോലൊരു ശബ്ദം മുഴങ്ങി. ഒരു വിസ്ഫോടനം, നിശ്ചലത. എല്ലാ കണ്ണുകളും ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു. തല ഉയർത്തിപ്പിടിച്ച് ആളുകൾക്കിടയിലൂടെ നടന്നു വരികയാണ് ഓട്ടോ തങ്കച്ചൻ. മനസ്സമ്മതത്തിന് പങ്കെടുക്കാനെത്തിയവർ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് നടുങ്ങി തെറിച്ചു നിന്നു. അവിടെ മാകെ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. മുട്ടുസൂചി താഴെ വീണാൽ പോലും കേൾക്കാവുന്നത്ര നിശബ്ദത. തുരുത്തേലച്ചൻ പകച്ചു നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരികയാണ് ഓട്ടോ തങ്കച്ചൻ. എല്ലാ കണ്ണുകളും തങ്കച്ചനിലായിരുന്നു. അവൻ സൂസന്നയുടെയും റോബിന്റെയും മുന്നിൽ ഒരു പർവ്വതം കണക്കെ നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ റോബിൻ തങ്കച്ചനെ ഉറ്റുനോക്കി. തുരുത്തേലച്ചൻ എന്തോ പറയാൻ ഭാവിച്ചതും തങ്കച്ചൻ ചുറ്റും കൂടി നിന്ന് ചെറുക്കൻ കൂട്ടർക്ക് നേരെ തിരിഞ്ഞു. ഞാൻ തങ്കച്ചൻ, ഓട്ടോ തങ്കച്ചൻ. പള്ളിയിൽ കൂടി നിന്നവർ സ്തബ്ധരായി നിൽക്കെ തങ്കച്ചന്റെ ശബ്ദം മുഴങ്ങി. ഞാനും ഈ നിൽക്കുന്ന സൂസന്നയും തമ്മിൽ കഴിഞ്ഞ 8 വർഷമായി സ്നേഹത്തിലാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇവളോട് ചോദിക്കാം. ജനം വീർപ്പടക്കി നിന്നു. ഓട്ടോ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്